Hello friends, welcome back to Technique Malayalam. In നമ്മൾ വീണ്ടും ഒരു ബഡ്ജറ്റ് ഡിവൈസിന്റെ അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഉള്ളത് ടെക്നോയുടെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഡിവൈസായ ടെക്നോ സ്പാർക്ക് ഗോ 2024 എഡിഷൻ, അതായത് അടുത്ത വർഷത്തേക്കുള്ള ഡിവൈസ് എന്നുള്ളതിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വെറും 6699 രൂപ, അതായത് 6700 രൂപയുള്ളൂ ഇതിൻ്റെ വില വരുന്നത്. ഇതിനകത്ത് പഞ്ചോളിൽ 90 Hz ഡിസ്പ്ലേ ഉണ്ട്. അതിനൊപ്പം തന്നെ മറ്റു കുറേ ആസ്പെക്ട്സ് ഉണ്ട്. നല്ല കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. അതിനൊപ്പം തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ, 13 മെഗാപിക്സൽ ക്യാമറ, അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ലോഡഡ് ആണ്. എന്നാൽ വില വളരെ കുറവാണ്. ഒബ്വിയസ്ലി ഇത് 4G ഡിവൈസാണ്. 5G ഇല്ല നിങ്ങൾക്ക് വില കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അത്രയും വില കുറഞ്ഞ 5G ഡിവൈസ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ടെക്നോ സ്പാർക്ക് ഗോ 2024 ഇതിൻ്റെ ഒരു വളരെ ക്വിക്കായ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതാണ് ടെക്നോ സ്പാർക്ക് ഗോൻ്റെ ബോക്സ് പാക്കേജിങ് 2024 എന്ന് എഴുതിയതാണ്. ടെക്നോ സൈഡിൽ എഴുതിയതാണ്. പിന്നെ ഇവിടെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് പറയാം. ഇതിനകത്ത് 16.66 ഇഞ്ചസ് 90 Hz പഞ്ച് ഹോൾ സ്ക്രീനാണ്. ലാർജ് സ്റ്റോറേജ് ഉണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, അതായത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിത്ത് DTS. അത് പ്രോബ്ലി ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു. 5000 mAh ബാറ്ററി, 8 മെഗാപിക്സൽ ഡ്യുവൽ സെൽഫി ഫ്ലാഷ്, അതേപോലെ പിന്നെ ബാക്കി എഴുതിയാണ് HD റെസല്യൂഷൻ ഡിസ്പ്ലേ. പ്രോസസ്സർ എന്താ പറയുക, യൂണിസോക്കിൻ്റെ T606 ഒക്ടകോർ പ്രോസസ്സറാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HD+ റെസല്യൂഷൻ ഡിസ്പ്ലേ. റിയർ ക്യാമറയാണ് 13 മെഗാപിക്സൽ AI ക്യാമറയാണ്, ഡ്യുവൽ ക്യാമറയാണ്. പിന്നെ GPS ബാക്കി ഡീറ്റെയിൽസ് കാണാം. പിന്നെ 5000 mAh ബാറ്ററി, 10 watt ചാർജിങ്. പിന്നെ മാജിക് സ്കിൻ എന്നാണ് ഇതിൻ്റെ പേര്. UI-ൻ്റെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഇൻക്ലൂഡഡാണ്. അപ്പോൾ സ്റ്റോറേജും വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 3+64 GB ആണ്. കാരണം വളരെ വിലക്കുറവായതുകൊണ്ട് 64 GB ഓപ്ഷനേ വരുന്നുള്ളൂ. നമുക്ക് തുറക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താ പറയുക, ഡൈനാമിക് പോർട്ട്, അതായത് നമ്മുടെ ഇൻഫിനിക്സിൽ കണ്ട പോലെ തന്നെ ഉള്ള ഓപ്ഷനാണ്. ഡൈനാമിക് റിംഗ് ആണ് അവിടെ പറഞ്ഞത്. ഇവിടെ ഡൈനാമിക് പോർട്ടാണ്. 90 Hz 6.6 ഇഞ്ചസ് അങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അതിൻ്റെ ബോക്സിനകത്ത് വേറെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടെക്നോ യൂസർ മാനുവൽ, 12 months വാറണ്ടി, ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണാം. പിന്നെ വരുന്ന ഒരു കേസാണ്, ഒരു സ്റ്റാൻഡേർഡ് TPU കേസ് കണ്ടില്ലേ, സ്റ്റാൻഡേർഡ് TPU കേസാണ്. പിന്നെ ഒരു 10 watt അഡാപ്റ്ററാണ്, സ്റ്റാൻഡേർഡ് 10 watt അഡാപ്റ്റർ. പിന്നെ ഒരു സിം ഇജക്റ്റ് പിൻ കാണാം. ഒരു USB Type-C, Type-A to Type-C ചാർജിങ് കേബിളാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് നമുക്കൊരു പഞ്ച് ഹോളിൽ 90 Hz ഡിസ്പ്ലേയാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ബെസൽസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബെസൽസ് കേട്ടോ. ഒരു 6700 രൂപയ്ക്ക് വേണ്ട ഒരു ബേസിക് ബെസൽ എക്സ്പീരിയൻസ് ഒക്കെ വരുന്നുണ്ട്. താഴത്തെ ബെസൽ ഡെഫിനറ്റ്ലി കുറച്ച് കൂടുതലാണ്. എന്നാലും സൈഡ് ബെസൽസ് ഒക്കെ എനിക്ക് കുഴപ്പമില്ല. പിന്നെ സൈഡ് നമ്മളൊരു ഫ്ലാറ്റ് സൈഡ് പാനലാണ്. ഇവിടെ നമുക്ക് സിം ട്രേ കാണാം. ഇവിടെ പവർ ആൻഡ് വോളിയം കീസ്. ഈ പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ. മുകൾ ഭാഗത്ത് സ്പീക്കർ കാണാം, താഴത്തും നമുക്ക് സ്പീക്കർ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്, USB Type-C പോർട്ടുണ്ട്. പിന്നെ ബാക്ക് പാനലിൽ നമുക്ക് 13 മെഗാപിക്സൽ ക്യാമറയും ഒരു AI ക്യാമറയാണ് വരുന്നത്. ഇവിടെ 3+64 എന്ന് എഴുതി കാണാം. പിന്നെ ഇവിടെ ഒരു ഫ്ലാഷും കാണാം. ഇതൊരു നല്ല ഫിനിഷാണ്, നല്ലൊരു ഫിനിഷാണിത്. എഗെയിൻ പ്ലാസ്റ്റിക് പോളികാർബണേറ്റ് മെറ്റീരിയൽ, നല്ല കണ്ടില്ല, ഒരു ചെറിയൊരു പാറ്റേൺ ഒക്കെ ഉണ്ട്. നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്യാമറ യൂണിറ്റും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ എഗെയിൻ പഞ്ച് ഹോൾ സെൽഫി ക്യാമറ. അറ്റ് ദിസ് പ്രൈസ് സെഗ്മെൻറ്റ് വളരെ ചുരുക്കം ഡിവൈസസേ ഉള്ളൂ. ഇൻഫിനിക്സിൻ്റെ ഒരു ഡിവൈസ് നമ്മൾ അടുത്ത് അൺബോക്സ് ചെയ്തിരുന്നു. അപ്പോൾ ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു ബേസിക് UI എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഫിനിക്സിൻ്റെ ഇതുണ്ട്, ടെക്നോ സ്പാർക്ക് ഗോ. Android 13 ആണ് വരുന്നത്. ഒബ്വിയസ്ലി 14 വരത്തില്ല. iOS ആണ്, വേർഷൻ 13.0.0. പിന്നെ നമുക്ക് യൂണിസോക്കിൻ്റെ T606 13 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ, 64 GB സ്റ്റോറേജ്, ബാക്കിയെല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ കണ്ടില്ലേ, പേഴ്സണലൈസേഷന് പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ സ്റ്റാറ്റിക് വാൾപേപ്പേഴ്സ്, തീംസ്, ഓൺലൈൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന എല്ലാ ഓപ്ഷൻസും കാണാം. പാസ്വേഡ് സെക്യൂരിറ്റി, പിന്നെ ഡിജിറ്റൽ ബീയിങ്, പിന്നെ സ്പെഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഡൈനാമിക് പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡൈനാമിക് പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടുത്ത് ചെയ്ത ഇൻഫിനിക്സിൻ്റെ ഡിവൈസിൽ കണ്ട ആ ഒരു ചാർജിങ് ആനിമേഷൻ ഉണ്ടല്ലോ, അതാണ് ഡൈനാമിക് പോർട്ട്. അപ്പോൾ അത് എനേബിൾ ചെയ്യാം നമുക്കിവിടെ. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻസിനെല്ലാം തന്നെ ആ ഒരു ലൈറ്റ് വരും. അത് ഞാൻ എങ്ങനെ കാണിച്ചു തരാം. അത് ഞാൻ ചാർജിങ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ആനിമേഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാനിവിടെ കണക്ട് ചെയ്യണം.
കളിക്കുന്നുണ്ട്. ഇതാണ് ആ പോർട്ട് എന്ന് പറയുന്നത്, ഡൈനാമിക് പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചാർജിങ്ങിൽ കിട്ടും, പിന്നെ അതേപോലെ ചാർജ് ഫുള്ളായ കിട്ടും, കോൾ വരുമ്പോൾ കോളിൻ്റെ ഡ്യൂറേഷനൊക്കെ കാണിക്കും, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ഡൈനാമിക് പോർട്ട് എന്നുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി അതൊരു എന്താ പറയുക, ഒരു അഡീഷണൽ ഫീച്ചർ എന്ന നിലയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ UI എക്സ്പീരിയൻസിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നെ റെഗുലറായി വരുന്ന UI എക്സ്പീരിയൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. 90 ഹെർട്സ് ഉണ്ടാവുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. കാര്യമായ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഉണ്ട്, അതും നല്ല ഒരു ആസ്പെക്റ്റ് ആണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. പിന്നെ യൂണിസോക്കിൻ്റെ T606 അത്യാവശ്യം ഡീസൻറ്റ് ലുക്കിംഗ് ചിപ്പാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. 3GB റാമും 64GB സ്റ്റോറേജ് ഉണ്ട്. നമുക്കിവിടെ എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഉണ്ട്. പിന്നെ അതേപോലെ റാം നമുക്ക് വേണമെങ്കിൽ മെമ്മറി ഫ്യൂഷനിലൂടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒബ്വിയസ്ലി യൂണിസോക്കിൻ്റെ T606 ഒരു ബേസിക് ഫോണിലേക്ക്, അതായത് കോളിംഗ്, ബ്രൗസിങ്, വാട്സാപ്പ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ, സോഷ്യൽ നെറ്റ്വർക്കിങ്ങിനൊക്കെ വളരെ നല്ലതാണ്. അതും ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ 6700 രൂപയിൽ വരുന്നുള്ളൂ. അപ്പോൾ ആ പ്രൈസ് സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു ഒരു വലിയ കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല. പിന്നെ ബേസിക്കായ 3GB റാമും ഉണ്ട്, 64GB സ്റ്റോറേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പാൻഡും ചെയ്യാവുന്നതാണ്. SD കാർഡ് സപ്പോർട്ടും ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ പെർഫോമൻസിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സൈഡ് മൗണ്ടഡ് ആണ്, അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. പിന്നെ ഫേസ് അൺലോക്കും ഒബ്വിയസ്ലി ഉണ്ട്, അപ്പോൾ ആ കാര്യത്തിലും വലിയ പ്രോബ്ലം ഇല്ല. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന് 2 സ്പീക്കറുള്ള ഏറെക്കുറെ ബഡ്ജറ്റ് ഫോണിൽ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. പിന്നെ ഈവൻ ഇപ്പോൾ നമ്മളിപ്പോൾ 20,000-30,000 ഫോൺ വരെ ചിലതിൽ സിംഗിൾ സ്റ്റീരിയോ അല്ലെങ്കിൽ സിംഗിൾ മോണോ സ്പീക്കർ വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ വിത്ത് DTS പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലതാണ്. അപ്പോൾ പാട്ട് കേൾക്കാനൊക്കെ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ 4G സപ്പോർട്ടേ ഉള്ളൂ, 5G നെറ്റ്വർക്കില്ല. ഇത് നമുക്ക് ക്യാമറ നോക്കാം. ഇവിടെ നമുക്കൊരു 13 MP ക്യാമറയാണ്, ഒരു 8 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഒരു AI ലെൻസ് സെൻസറും കൂടെ ഉണ്ട്. അത് ഒബ്വിയസ്ലി ജസ്റ്റ് ഡിറ്റക്ട് ദ സീൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ക്യാമറ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ബ്യൂട്ടി മോഡ്, AI ക്യാം, പിന്നെ 1x 2x ഓപ്ഷൻസ് കാണാം. പിന്നെ HDR ഓപ്ഷൻ, സൂപ്പർ നൈറ്റ് ഓപ്ഷൻ ഉണ്ട്, പോർട്രേറ്റ്, വീഡിയോ റെക്കോർഡിംഗ് 1080p 30 FPS ആണ് വരുന്നത്, ബ്യൂട്ടി മോഡ്, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ തന്നെ കാണാം. അപ്പോൾ ഒരു ബേസിക് UI ഉള്ള ഒരു ക്യാമറ എന്ന് പറയാം. നമുക്ക് ക്യാമറ സാമ്പിൾസ് നോക്കാം. ഇതാണ് എന്താ പറയുക, ടെക്നോ സ്പാർക്ക് ഗോ 2024 എടുത്ത ക്യാമറ സാമ്പിൾസ്. ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് തന്നെ എനിക്ക് തോന്നുന്നത്. ഇൻഫാക്റ്റ് കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് വേണ്ടി പറയാം. ഒരു ബഡ്ജറ്റ് 6700 രൂപയ്ക്ക് വേണ്ട ഫോണിനുള്ള നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് ഡെഫിനറ്റ്ലി പറയാം. ക്വാളിറ്റിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റിയാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. ഇനി ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി, 10 വാട്ട് ചാർജിങ് ആണ്. ഒബ്വിയസ്ലി ടൈം എടുക്കും, പക്ഷേ എഗെയിൻ 7000 രൂപയ്ക്ക് താഴെ നമുക്ക് 18 or 20 വാട്ടൊന്നും ചാർജിങ് സപ്പോർട്ട് സാധാരണ വരാറില്ല. 10 വാട്ട് തന്നെയാണ് വരാറ്. അപ്പോൾ ഇവിടെയും 10 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ അത് ടൈം ഒരുപാട് എടുക്കും. അപ്പോൾ ഓവർനൈറ്റ് ചാർജ് ചെയ്യായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ. പിന്നെ ബാറ്ററി ലൈഫ് ഡെഫിനറ്റ്ലി നല്ലതാണ്, കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു 1-1.5 ദിവസമൊക്കെ ഒരു ബഡ്ജറ്റ് ഫോണിലേക്ക് നമുക്ക് കിട്ടുന്ന ചാൻസ് ഉണ്ട്. അപ്പോൾ അതുതന്നെയായിരിക്കും തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാനിത് ഫുൾ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടില്ല, ഇത് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1-1.5 ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതായിരുന്നു ടെക്നോ സ്പാർക്ക് ഗോ 2024 എഡിഷൻ. അപ്പോൾ ഓവറോൾ ഒരു ബഡ്ജറ്റ് ഡിവൈസാണ് നോക്കുന്നുണ്ടെങ്കിൽ 7000 രൂപയ്ക്ക് താഴെ 6690 രൂപയ്ക്ക് നല്ലൊരു ഓപ്ഷനാണ് ടെക്നോ സ്പാർക്ക് ഗോ 2024. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്, 90 ഹെർട്സ് പഞ്ച് ഹോൾ ഡിസ്പ്ലേ, നല്ല ഗുഡ് ലുക്കിംഗ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഡീസൻറ്റ് ലുക്കിംഗ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്. അതിനൊപ്പം തന്നെ നമുക്കൊരു ഡൈനാമിക് പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുക വെച്ചാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സോഫ്റ്റ്വെയർ വൈസ് നോക്കുകയാണെങ്കിലും. അതേപോലെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ 364GB ഓപ്ഷൻ ഉണ്ട്. SD കാർഡ് വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. സോഫ്റ്റ്വെയർ ആണെങ്കിൽ ലിറ്ററലി ക്ലീൻ ആണെന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ടെക്നോ സ്പാർക്ക് ഗോ 2024 at 6699. അതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റ്സ് എന്താണ്, ഇത് നല്ല വിലയാണോ അതോ? അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.